യുധിഷ്ഠിരൻ പറഞ്ഞു, ആരാണോ അവരവരുടെ ഇന്ദ്രിയങ്ങൾ പറയുന്നത് കേൾക്കുന്നത് അവർ തീർച്ചയായിട്ടും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. നമ്മൾ യഥാർത്ഥത്തിൽ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് നമ്മുടെ ഇന്ദ്രിയ വാഞ്ചകളെ ത്യജിക്കുമ്പോഴാണ്. എത്ര മനോഹരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ ദുരിതങ്ങൾക്ക് കാരണം നമ്മുടെ ഇന്ദ്രിയ ത്വരകളാണ്. ഇന്ദ്രിയ ത്വരകളെ നമ്മൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ എല്ലാ ദുരിതങ്ങളും അവിടെ തീരും. ഹരേ കൃഷ്ണ. എത്ര മനോഹരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ. ധൃതരാഷ്ട്ര മൂഢപുത്രന്മാരും ഈ ഒരു പരമാർത്ഥത്തെ അവർ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഒരിക്കലും സുഖം കിട്ടാത്ത കാര്യങ്ങളുടെ പുറകെ അവരിങ്ങനെ പോയി യത്നിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ശരിയായോ എന്നൊരർത്ഥത്തിൽ ഭഗവാനെ ഒന്ന് നോക്കി. ഭഗവാൻ ഒന്നിപ്പോൾ ചിരിച്ചിട്ട് പറഞ്ഞു, ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരന്റെ കോൺഫിഡൻസ് ഇനിയും പറഞ്ഞു. ഒന്ന് ആലോചിച്ചു, ആ സഭയിൽ എന്തുമായിരിക്കും രംഗം അല്ലേ. ഇന്ദ്രിയ നിയന്ത്രണമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ആ ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെ എല്ലാ ദുരിതങ്ങളും തീരും. ഇന്നത്തെ ഈ സത്സംഗത്തിൽ നിന്ന് നിങ്ങൾ ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഓർത്താൽ മതി. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ദുരിതങ്ങളെല്ലാം വരുന്നതിന് കാരണം ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദുരിതങ്ങളെ ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഒരു നിയന്ത്രണമില്ലാതെ ഏതൊക്കെയോ ദിശകളിലേക്ക് അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പിടിച്ചടക്കും, മനസ്സിനെ പിടിച്ചടക്കും. അപ്പോൾ എല്ലാം ശരിയാവും.